അപ്പം നമ്മൾ വള്ളംകളി കാണാൻ പോവുകയാണേ. നിങ്ങളോട് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ വള്ളംകളി ഞാൻ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോവുകയാണ്. ഭയങ്കര ത്രില്ലിലാണ് ഇരിക്കുന്നത്. ഇതുവരെയും കണ്ടിട്ടില്ല വള്ളംകളി എന്ന് പറഞ്ഞ വള്ളംകളി ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവിടെ വന്നിട്ട്. അപ്പോൾ നിങ്ങളോർക്കും ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് കള്ളം പറയുകയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. മുന്നേ നമ്മളെന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നതും തിരക്കും, ജോലിക്ക് പോകുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, പിന്നെ നമുക്ക് അതിനനുസരിച്ച് ലീവ് കിട്ടില്ല. അന്നേരം നമ്മൾ ആ തിരക്കിനിടയിൽ നമ്മൾ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ മിസ്സാകുകയും ചെയ്യും, നമ്മൾ മിസ്സായി പോവുകയും ചെയ്യും. അപ്പം ഇപ്പം പിന്നെ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ പല പല കാര്യങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പോയി എൻജോയ് ചെയ്ത് കാണുക. അപ്പം ഞാനും ശ്രീയേട്ടനും കൂടിയാണ് പോകുന്നത്. മക്കൾ രണ്ടുപേരും ഇല്ല. രണ്ടുപേർക്കും ഓണം കഴിഞ്ഞപ്പോഴേക്കും പനിയായി. കാര്യമായിട്ട് പനിയായില്ല, മൂക്കടപ്പും ജലദോഷമൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പം ഭയങ്കര തിരക്കാണ് നമ്മൾ പോകുമ്പോൾ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പം കണ്ടങ്ങനെ കളിപ്പാട്ടങ്ങളും ഇതൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മൾ സത്രക്കടവിൻ്റെ അതിൻ്റെ എതിർവശത്തുള്ളൊരു കടവിലോട്ട് അവിടേക്കാണ് നമ്മൾ പോയത്. അവിടെ വലിയ തിരക്കില്ലായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ അവിടെ വണ്ടി വയ്ക്കാനൊക്കെ നമുക്ക് സൗകര്യം കിട്ടി. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അവിടെ നിൽക്കുക. നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിലുണ്ടായിരുന്നു. കുടയൊക്കെ എടുത്തിട്ടാണ് പോയത്. വെയിലത്ത് അവിടെ നിൽക്കുകയായിരുന്നു. അവിടെ നമ്മൾ വള്ളംകളി കാണാൻ വേണ്ടി ഭയങ്കര ത്രില്ലടിച്ചിരിക്കുക. അപ്പം ജയസൂര്യയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതൊക്കെ അവിടെ ചെന്നിട്ട് അവിടെ വിളിച്ച് പറഞ്ഞ് കേട്ട് നമുക്ക് കാണാൻ പോലും ഇല്ല കേട്ടോ ജയസൂര്യയാണെന്നൊന്നും. പിന്നെ ഡ്രസ്സ് കണ്ടപ്പം മനസ്സിലായി, ഇച്ചിരി തിളക്കമൊക്കെ കണ്ടപ്പം അവിടെ അങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പം നമ്മൾ കണ്ടു. പിന്നെ ആളുടെ വോയിസും കേട്ടപ്പോഴും മനസ്സിലായി. പിന്നെ നല്ലപോലെ സൂം ചെയ്തിട്ടൊക്കെ നോക്കിയപ്പോഴാണ് ആളെ കണ്ടത്. നമ്മൾ ഈ കരയിലല്ലേ നിൽക്കുന്നത്, അപ്പോൾ അപ്പുറത്ത് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫിനിഷിംഗ് പോയിൻറ്റിലായിരുന്നു. അതുകൊണ്ട് ഫുള്ളായിട്ട് അവിടെ നിന്ന് വള്ളം വരുന്നതും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഫിനിഷിംഗ് പോയിൻറ്റിൽ വന്ന് എത്തുന്നതും കറക്റ്റ് ഫിനിഷിംഗ് പോയിൻറ്റിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ കാണാൻ പറ്റി. അങ്ങനെ 2-3 വള്ളം, അങ്ങനെ 2 ട്രിപ്പായിട്ട് വള്ളം ഇതൊക്കെ വന്ന് എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫൈനലായിട്ട് കാണാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഇനി ബ്ലോക്ക് ആവുമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇവിടെ ഒരു കിങ്സിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു നല്ലൊരു ലൈമ് കുടിച്ചു, മിൻറ്റ് ലൈമ് കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.